നമസ്കാരം. വെക്ടർ ആൾജിബ്ര ചാപ്റ്ററിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളതിൻ്റെ ലാസ്റ്റ് പാർട്ടിലാണുള്ളത്. സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ജോമെട്രിക്കൽ മീനിങ് ആണ് നമ്മൾ പറഞ്ഞു വെച്ചത്. 3 വെക്ടർ എടുത്തിട്ട് 2 ക്രോസ് ചെയ്യുക, 3ാമത്തെ ഡോട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നതാണ് സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. ജോമെട്രിക്കൽ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ചത് എ വെക്ടർ, ബി വെക്ടർ, സി വെക്ടർ, 3 വെക്ടേഴ്സ് ഒരു പാരലോപൈപ്പിഡിന്റെ 3 കോട്ടർമിനസ് എഡ്ജസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവരുടെ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് ആ പാരലോപൈപ്പിഡിന്റെ വോളിയം ആയിരിക്കും. അവിടെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് വെച്ചത്. വോളിയം ഓഫ് ദ പാരലോപൈപ്പിഡ് whose coterminous edges are represented by the vectors a and b. Notation ഇതായിരുന്നു, ബോക്സ് എ ബി സി. അതിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? എ ക്രോസ് ബി ഡോട്ട് സി. ജോമെട്രിക്കൽ മീനിങ്, വോളിയം ഓഫ് ദ പാരലോപൈപ്പിഡ് whose coterminous edges are represented by the vectors a, b and c. Now we are going to discuss properties of scalar triple product. ഇതിൻ്റെ റിസൾട്ടുകൾ പ്രോപ്പർട്ടീസ് ആയിട്ടാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൂടി പറഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലംസ് കുറച്ച് ഡിസ്കസ് ചെയ്താൽ വെക്ടർ ആൾജിബ്ര കംപ്ലീറ്റ് ആവും. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇൻ എ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ദ ഡോട്ട് ആൻഡ് ക്രോസ് ക്യാൻ ബി ഇന്റർചേഞ്ച്ഡ്. ദാറ്റ് ഈസ് എ ക്രോസ് ബി ഡോട്ട് സി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ക്രോസ് സി. ഡോട്ടും ക്രോസും ഇന്റർചേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഡോട്ടുള്ളിടത്തേക്ക് ക്രോസും ക്രോസുള്ളിടത്തേക്ക് ഡോട്ടും മാറ്റാം. മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ബ്രാക്കറ്റ് മാറിയേ പറ്റൂ, അല്ലാതെ ബ്രാക്കറ്റ് നിർത്തിക്കൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ബ്രാക്കറ്റ് ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഡോട്ടും ക്രോസും ഇന്റർചേഞ്ച് ചെയ്താൽ ദിസ് വിൽ ബി എ മീനിങ്ലെസ് ഓപ്പറേഷൻ. ഇതിന് മീനിങ് ഉണ്ടാവില്ല. കാരണം എയും ബി ഡോട്ട് എടുക്കുമ്പോൾ കിട്ടല് സ്കാലാറാ കിട്ടല്. സ്കാലാറിനെ പിന്നെ സി കൊണ്ട് ക്രോസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ബ്രാക്കറ്റ് സ്വാഭാവികമായിട്ടും ക്രോസിന് ആദ്യം കൊടുക്കണം, അല്ലെ ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രൂഫ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമ്മൾ ലെറ്റ് എ കോമ ബി കോമ സി ബി 3 vectors forming a right-handed system. അങ്ങനെ എടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഫോമിങ് എ right-handed system, represented by the coterminous edges of a parallelopiped having volume v. അപ്പൊ എന്താ പറഞ്ഞത്? ABCB3 vectors forming a right-handed system represented by the coterminous edges of a parallelopiped having volume v. V വോളിയം ഉള്ള ഒരു പാരലോപൈപ്പിഡിന്റെ കോട്ടർമിനസ് എഡ്ജസ് ആണ്. അതോടൊപ്പം ABC എന്ന ഈ ഓർഡർ ഫോം എ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം. അങ്ങനെയാണ് നമ്മൾ കണ്ടത്. Then A cross B dot C is equal to V എന്നാണ് നമുക്ക് അറിയുന്നത്, വോളിയം ഓഫ് ദ പാരലോപൈപ്പിഡ്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി ചിന്തിക്കുക. ABC ഫോമിങ് എ റൈറ്റ് ഹാൻഡഡ് സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ BCA again will be a right-handed system. സൈക്ലിക് ഓർഡർ മാറ്റിയിട്ടില്ലെങ്കിൽ ABC റൈറ്റ് ഹാൻഡ് സിസ്റ്റം ആണെങ്കിൽ BCAയും CABയും അവർ വീണ്ടും റൈറ്റ് ഹാൻഡ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ BCA form a right-handed system represented by the coterminous edges of the same parallelopiped. അത് വെച്ചുകൊണ്ട് again ആ ഓർഡറിൽ പറയുകയാണെങ്കിൽ BCA വെച്ച് പറയുകയാണെങ്കിൽ B ക്രോസ് C ഡോട്ട് A will be equal to V. അത് വേറെ V അല്ല, കാരണം ഒരേ വോളിയം, ഒരു പാത്രത്തിന് ഒരു വോളിയം ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തുകൊണ്ട് B ക്രോസ് C ഡോട്ട് A ആയി ചോദിച്ചാൽ ഞാൻ എടുത്തു വെച്ചിരുന്നത് ABC ഒരു റൈറ്റ് ഹാൻഡ് സിസ്റ്റം ആണ്.
അങ്ങനെയാണെങ്കിൽ ബി സി എ എന്നതും റൈറ്റ് ആൻസർ സിസ്റ്റം ആണ്. അപ്പൊ ബി ക്രോസ് സി ഡോട്ട് എ എന്ന് പറയുന്നതും വി ആണ്. ദാറ്റ് ഈസ്, ഇനി ഇവിടെ നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ ഡോട്ട് ബി തന്നെയാണ് ബി ഡോട്ട് എ. അപ്പോ ബി ക്രോസ് സി ഡോട്ട് എ തന്നെയാണ് എ ഡോട്ട് ബി ക്രോസ് സി. ദാറ്റ് ഈസ് ഇത് തിരിച്ചെഴുതാം. എ ഡോട്ട് ബി ക്രോസ് സി ഇസ് ഈക്വൽ ടു ബി. ഇതിനെ ഞാൻ 2 എന്ന് പേരിട്ടു. ഇതെങ്ങനെ കിട്ടിയത്? ബി ക്രോസ് സി ഡോട്ട് എ തന്നെയാണ് എ ഡോട്ട് ബി ക്രോസ് സി. നിങ്ങൾ നോക്ക്, ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? രണ്ടും ബി ആണ്. അപ്പോ ഇത് എ ക്രോസ് ബി ഡോട്ട് സി ആണ്, ഇത് എ ഡോട്ട് ബി ക്രോസ് സി ആണ്. കഴിഞ്ഞു. ഫ്രം ഇക്വേഷൻ 1 and 2 എ ക്രോസ് ബി ഡോട്ട് സി ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി ക്രോസ് സി. അപ്പൊ റിസൾട്ട് ശ്രദ്ധിക്കുക. പ്രൂഫ് ചോദിക്കൊന്നുമില്ല, പക്ഷെ റിസൾട്ട് അറിഞ്ഞിരിക്കണം. ഒരു സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റില് ഡോട്ടും ക്രോസും എന്ത് ചെയ്യാം? ഇന്റർചേഞ്ച് ചെയ്യാം, വാല്യൂല് മാറ്റം ഉണ്ടാവില്ല. സെക്കൻഡ് പ്രോപ്പർട്ടി, the scalar triple product remains unchanged. The scalar triple product remains unchanged, comma, if the cyclic order of vectors remains unchanged. Cyclic order of vectors remains unchanged. The scalar triple product remains unchanged if the cyclic order of vectors remains unchanged. എന്താ പറയുന്നത്? That is, scalar triple product A B C is equal to scalar triple product BCA is equal to scalar triple product CAB. ഇത് മൂന്നും ഒരേ വാല്യൂ ആയിരിക്കും. നേരത്തെ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ ഇവിടെ വീണ്ടും പറയാം. ജസ്റ്റ് ഒന്ന് പറയുന്നത്, ബോക്സ് എ ബി സി ഇസ് ഈക്വൽ ടു ബോക്സ് ബി സി എ ഇസ് ഈക്വൽ ടു ബോക്സ് സി എ ബി വരാനുള്ള കാരണം, let A, B, C be three vectors forming a right-handed system represented by the coterminous edges of a parallelepiped having volume V. ഇവര് ഒരു റൈറ്റ് ഹാൻഡ് സിസ്റ്റം ഫോം ചെയ്യുന്നു. അവരൊരു പാരലോപൈപ്പിഡിന്റെ കോട്ടർമിനസ് എഡ്ജസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ വോളിയം V ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ A ക്രോസ് B ഡോട്ട് C is equal to V. വീണ്ടും എ ബി സിക്ക് പകരം സൈക്ലിക് ഓർഡറിൽ ബി സി എ വെച്ച് പറയാം. ബി സി എ വെച്ച് പറയുമ്പോൾ ബി ക്രോസ് സി ഡോട്ട് എ ദാറ്റ് ഇസ് ഈക്വൽ ടു വോളിയം വി. ഇനി വീണ്ടും സി എ ബി വെച്ച് പറയാം. അപ്പൊ സി ക്രോസ് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു വി. അപ്പൊ ഫ്രം 1, 2 and 3 എ ക്രോസ് ബി ഡോട്ട് സി ഈക്വൽ ടു ബി ക്രോസ് സി ഡോട്ട് എ ഈക്വൽ ടു സി ക്രോസ് എ ഡോട്ട് ബി. അപ്പൊ ഈ ഓർഡറിൽ പറയുമ്പോൾ മൂന്നിനും ഒരേ ആൻസർ വരും. ഇനി നമുക്ക് നോക്കാനുള്ള തേർഡ് പ്രോപ്പർട്ടി, ദി സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് changes in sign, SIGN sign, but not in magnitude. Changes in sign but not in magnitude. Not in magnitude, comma, if the cyclic order of vectors is changed. If the cyclic order of vectors is changed. Scalar triple product changes in sign but not in magnitude if the cyclic order of vectors is changed. എന്താ പറയുന്നത്? That is, ബോക്സ് അഥവാ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് BAC എന്ന് പറയുന്നത് ABC അല്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ ചിഹ്നം മാറും. എന്ന് പറഞ്ഞാൽ ബോക്സ് BAC നെ AB നാക്കുമ്പോൾ അത് മൈനസ് വരും. അത് എവിടുന്ന വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രോസ് പ്രോഡക്റ്റ് ആന്റി കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ടാണ്. ഞാനൊന്ന് കാണിക്കാം. ഇവിടെ എഴുതേണ്ടത് the scalar triple product changes in sign but not in magnitude if the cyclic order of vectors is changed. അപ്പോൾ that is box BAC is equal to minus of box ABC. എന്താണ് ബോക്സ് BAC? സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് BAC ഡെഫിനിഷൻ പ്രകാരം B ക്രോസ് A
ഡോട്ട് സി ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ക്രോസ് എ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ ക്രോസ് ബി ആണ് ഡോട്ട് സി. ആ മൈനസിനെ പുറത്തേക്ക് വെക്കാം. മൈനസ് ഓഫ് എ ക്രോസ് ബി ഡോട്ട് സി that is equal to minus of scalar triple product ABC. അപ്പോൾ സൈക്ലിക് ഓർഡർ മാറ്റുന്നുണ്ടെങ്കിൽ ചിഹ്നം മാറും. ഒന്നിപ്പോ 15 ആണെങ്കിൽ മറ്റേത് -15 ആയിട്ടുണ്ടാവും. മാഗ്നിറ്റ്യൂഡ് മാറൂല, ചിഹ്നം മാത്രം മാറും. വോളിയം ചെയ്യുന്ന കേസിൽ വോളിയത്തിന്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഓർഡർ ഒന്നും നോക്കണ്ട, അതങ്ങോട്ട് ചെയ്യുക. അഥവാ നെഗറ്റീവ് ആൻസർ കിട്ടിയാൽ നിങ്ങൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മോഡുലസ് എടുത്ത് എഴുതിയാൽ മതി. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. ഓക്കെ. Then property number 4 1 2 3 നമ്മൾ പറഞ്ഞു. നാലാമത്തത് the scalar triple product becomes 0. Scalar triple product becomes 0 if two of its vectors are equal. അതായത് നമ്മൾ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് കാണുന്ന 3 വെക്ടേഴ്സിൽ രണ്ടെണ്ണം ഈക്വൽ ആണെങ്കിൽ അതിന്റെ വാല്യൂ 0 ആയി പോകുന്നതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് becomes 0 if two of its vectors are equal. That is box A B equal to 0. Box A B B equal to 0. Box C B C equal to 0, etc. എവിടെയെങ്കിലും രണ്ടെണ്ണം ഈക്വൽ ആണെങ്കിൽ ഇതെല്ലാം 0 ആണ്. അത് ക്വസ്റ്റ്യൻ ഒന്നും ഒരു കാര്യമില്ല. 3 എണ്ണത്തിൽ ഏതോ രണ്ടെണ്ണം ഈക്വൽ ആണ്, 0 ആയി പോകും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എ ബി നിങ്ങൾ ഡെഫിനിഷൻ വായിക്കാൻ ആലോചിച്ചൂട്. രണ്ടെണ്ണം ക്രോസ് ചെയ്യാം, മൂന്നാമത്തെ ഒരു ഡോട്ട് ചെയ്യാം. അപ്പൊ ഞാൻ എയും ക്രോസ് ചെയ്തു, എ ക്രോസ് എ ഡോട്ട് ബി. നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ പ്രോഡക്റ്റിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു വെക്ടറിനെ അതിനോട് തന്നെ ക്രോസ് ചെയ്താൽ ഒരു സംശയമില്ല 0 വെക്ടർ ആവും. അപ്പൊ 0 വെക്ടർ ഡോട്ട് ബി, 0 വെക്ടറിനെ ഏതുകൊണ്ട് ഡോട്ട് നടത്തിയാലും 0 ആണ്. അപ്പൊ ഇവിടെ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റില് 2 വെക്ടർ സെയിം ആണ്, പിന്നെ അതിന്റെ വാല്യൂ 0 വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു സംശയമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ വോളിയം എന്തായി പോയി? വോളിയം 0 ആയി പോയി അല്ലേ? വോളിയം 0 ആയി പോയി എന്നാൽ അങ്ങനെ ഒരു പാത്രം ഇല്ല എന്നല്ലേ അർത്ഥം. അങ്ങനെ ഒരു പാത്രം ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അത് ജോമെട്രിക്കലി പോസിബിൾ അല്ല. ഒരു പാരലൽ പൈപ്പിന്റെ ഒരു കോർണറിന് സ്റ്റാർട്ട് ചെയ്യുന്ന 3 വെക്ടേഴ്സ്, അതിൽ രണ്ടെണ്ണം ഈക്വൽ ആയിക്കൊണ്ട് അങ്ങനെ ഒരു പാരലൽ പൈപ്പിന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഒരു പാരലൽ പൈപ്പിന്റെ ഒരു കോർണറിന് സ്റ്റാർട്ട് ചെയ്യുന്ന 3 എഡ്ജസിന്റെ ഡയറക്ഷൻ 3 വൈക്കല്ലേ പോവാ. അപ്പൊ 2 വെക്ടർ ഇപ്പോൾ ഈക്വൽ ആവല്ലേ? സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷനാ. അപ്പൊ ഡയറക്ഷൻ വേറെ വേറെ ആയിരിക്കും. ലെങ്ത് വേണേ നമുക്ക് ഈക്വൽ ആയിട്ട് ഉണ്ടാക്കാം. പാരലൽ പൈപ്പിന്റെ 2 എഡ്ജസ് ഈക്വൽ ആയിട്ട് വേണേ ഉണ്ടാക്കാം. പക്ഷെ ഡയറക്ഷൻ വേറെ വേറെ ആയിരിക്കും. അപ്പോ 2 വെക്ടറുകൾ പാരലൽ പൈപ്പിന്റെ കേസിൽ ഒരു കോർണറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 വെക്ടറുകൾ ഈക്വൽ ആയിക്കൊണ്ട് ഒരു പാരലൽ പൈപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇല്ലാത്ത പാരലൽ പൈപ്പിന്റെ വോളിയം ചോദിച്ചാൽ 0. അതെന്നെ ഇവിടെ കിട്ടിയേ. അത്രേ ഉള്ളൂ അതിന്റെ എക്സ്പ്ലനേഷൻ. ഇനി 2 വെക്ടർ ഈക്വൽ ആണതിന് പകരം 2 വെക്ടർ കൊളീനിയർ ആയി, അഞ്ചാമത്തെ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. The scalar triple product becomes 0 if two of its vectors are collinear അഥവാ parallel. ശരിയല്ലേ? ഈക്വൽ ആണെങ്കിൽ പകരം പാരലൽ ആയി. പാരലൽ ആണെങ്കിൽ ആ രണ്ടെണ്ണം ക്രോസ് ചെയ്യാം. ആ പാരലൽ 2 വെക്ടർ ക്രോസ് ചെയ്യാം. 2 പാരലൽ വെക്ടറിനെ ക്രോസ് ചെയ്താൽ 0 വെക്ടറാ. പിന്നെ മൂന്നാമത്തെ ഡോട്ട് എടുക്കുമ്പോൾ 0 കിട്ടും. അപ്പൊ ഈക്വൽ ആവണം നിർബന്ധമല്ല 0 ആവാന്. രണ്ടെണ്ണം പാരലൽ ആയാലും 0 ആവും. ആ പാരലൽ ആയ രണ്ടെണ്ണത്തിനെ ക്രോസ് പ്രോഡക്റ്റ് ചെയ്യാം. അപ്പൊ 0 വെക്ടർ കിട്ടും. പാരലൽ വെക്ടറിന്റെ ക്രോസ് പ്രോഡക്റ്റ് 0 അല്ലേ? ലൈക്ക് ആയാലും അൺലൈക്ക് ആയാലും ക്രോസ് പ്രോഡക്റ്റ് 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഡോട്ട് ചെയ്യുമ്പോൾ 0 ആയി പോവും. അപ്പോ അഞ്ചാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് becomes 0 if two of its vectors are collinear. 5 അല്ലേ നമ്പർ? 1 ഡോട്ട് ആൻഡ് ക്രോസ് ക്യാൻ ബി ഇന്റർചേഞ്ച്ഡ്. 2 സൈക്ലിക് ഓർഡർ ചേഞ്ച് ഇല്ലെങ്കിൽ മാറ്റമില്ല. സൈക്ലിക് ഓർഡർ ചേഞ്ച് ചെയ്താൽ നെഗറ്റീവ് ആവും. പിന്നെ നാലാമത്തെ പറഞ്ഞ 2 ഈക്വൽ ആണെങ്കിൽ 0. 5 നമ്പർ. 2 കൊളീനിയർ ആവുമ്പോഴും 0.
ആറാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പ്രോബ്ലത്തിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ്. മൂന്ന് നോൺ സീറോ നോൺ കൊളീനിയർ വെക്ടേഴ്സ് എ കോമ ബി കോമ സി കോപ്ലാനർ ആവാനുള്ള ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാ പറയുന്നത്. ശ്രദ്ധിച്ചോട്ടോ. 3 നോൺ സീറോ നോൺ കൊളീനിയർ വെക്ടേഴ്സ് എ കോമ ബി and C are coplanar if and only if their scalar triple product is equal to 0. Their scalar triple product is equal to 0. എന്തായി പറയുന്നത്? വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടാ. മൂന്ന് വെക്ടർ കോപ്ലാനാണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ അതിന്റെ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് 0 എന്ന് കാണിച്ചാൽ മതി. ഇനി ഈ പ്രോപ്പർട്ടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പറയുന്നത് 3 നോൺ സീറോ, സീറോ അല്ല കേട്ടോ, മൂന്ന് പേരും സീറോ അല്ല. നോൺ കൊളീനിയർ, അവർ കൊളീനിയർ അല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എയും ബിയും കൊളീനിയർ അല്ല, ബിയും സിയും കൊളീനിയർ അല്ല, എയും സിയും കൊളീനിയർ അല്ല. നോൺ കൊളീനിയർ വെക്ടേഴ്സ് എ ബി ആൻഡ് സി ആർ കോപ്ലാനാർ. വാട്ട് ഈസ് മീൻ ബൈ കോപ്ലാനാർ വെക്ടേഴ്സ്? ലൈങ് ഇൻ ദ സെയിം പ്ലെയിൻ ഓർ പാരലൽ ടു ദ സെയിം പ്ലെയിൻ. ഒരേ പ്ലെയിനിൽ കിടക്കുകയോ ഒരേ പ്ലെയിനിൽ പാരലൽ ആയിട്ട് നിൽക്കുകയോ ചെയ്യുക. അതാണ് കോപ്ലാനാർ. അതിനുള്ള കണ്ടീഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് their scalar triple product is equal to 0. അപ്പോൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. നമുക്ക് ഇതിന്റെ പ്രൂഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ആദ്യം നമ്മൾ സപ്പോസ് എ കോമ ബി കോമ സി ആർ കോപ്ലാനാർ നമ്മൾ അസ്യൂം ചെയ്തു. അപ്പൊ നമ്മൾ അതിന്റെ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് 0 എന്ന് കാണിക്കണം. കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ അവർ മൂന്ന് പേരും ഒരു പ്ലെയിനിൽ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പൊ എയും ബിയും സിയും ഈ പ്ലെയിനിലുണ്ട്, ഈ ബോർഡിലുണ്ട്. ഓൾറെഡി അവർ സീറോ വെക്ടർ അല്ല, അവർക്ക് ഡയറക്ഷൻ വേറെ വേറെയാണ്, പാരലൽ അല്ല, കൊളീനിയർ അല്ല, അപ്പം ലൈക്കും അല്ല ലൈക്കും അല്ല. അപ്പൊ ഈ ബോർഡിൽ വേറെ വേറെ ഡയറക്ഷനിലായിട്ട് മൂന്ന് നോൺ സീറോ വെക്ടേഴ്സ് ആണ് എ ബി സി. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എ ബി സി ഡെഫിനിഷൻ പ്രകാരം എ ക്രോസ് ബി ഡോട്ട് സി. ആലോചിക്ക്, എ ക്രോസ് ബിനെ പറ്റി ആലോചിക്ക്. എയും ബിയും ഇവിടെ ഉണ്ട്. എയും ബി ഇവിടെ ഏതോ ഡയറക്ഷനിലുണ്ട്, വേറെ വേറെ ഡയറക്ഷൻ ആണെന്നുള്ളൂ. എയും ബിയും സി ഇങ്ങനെയൊക്കെ ഉണ്ട് വിചാരിച്ചോ, കുഴപ്പമില്ല. ഈ ബോർഡിലാണ് മൂന്ന് പേരുണ്ട്. ഓക്കെ. അപ്പൊ എ ക്രോസ് ബി എന്ന് പറയുന്നത് നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് എ ആൻഡ് ബി. അപ്പൊ എയും ബിയും നിൽക്കുന്ന പ്ലെയിനിന്റെ പെർപെൻഡിക്കുലർ ആണ് എ ക്രോസ് ബി വരിക. അപ്പൊ ആ എ ക്രോസ് ബി വരിക ഈ ബോർഡിന് തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ വരിക എ ക്രോസ് ബി. ഈ ബോർഡിൽ സി ഉണ്ടല്ലോ അല്ലേ, സിയിൽ കിടക്കണ്ടല്ലോ, സി പ്ലെയിനിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ വരുന്ന എ ക്രോസ് ബി ഈ സിക്കും പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ വരിക, ഉറപ്പല്ലേ? രണ്ട് പെർപെൻഡിക്കുലർ വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്താ? 0 ആണ്. അപ്പൊ ഈ എ ക്രോസ് ബി സിക്ക് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഒരു സംശയമില്ല, this becomes 0. ഇതിന്റെ കാരണം a cross b is a vector perpendicular to the plane containing a and b. C is a vector lying in the plane of a and b. So a cross b is a vector perpendicular to the vector C. So their dot product is 0. Okay, first part. Conversely, suppose any converse part. എന്താ സപ്പോസ് ചെയ്യുന്നത്? സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എ ബി സി ഇസ് ഈക്വൽ ടു 0. സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എ ബി സി 0 ആണ് നമ്മൾ അസ്യൂം ചെയ്യും എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ക്രോസ് ബി എന്ന വെക്ടറിനെ സി എന്ന വെക്ടർ കൊണ്ട് ഡോട്ട് എടുത്തുമ്പോൾ 0 കിട്ടും. രണ്ട് വെക്ടറിനെ ഡോട്ട് എടുക്കുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ 3 ചാൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകിൽ ആദ്യത്തെ വെക്ടർ 0 ആവാം, അല്ലെങ്കിൽ രണ്ടാമത്തെ വെക്ടർ 0 ആവാം. അത് രണ്ടും 0 അല്ലേ പിന്നെ they should be perpendicular. ഇവിടെ ആരെ ഡോട്ട് എടുക്കുമ്പോഴാണ് 0 കിട്ടുന്നത്? എ ക്രോസ് ബിനെ സി കൊണ്ട് ഡോട്ട് എടുക്കുമ്പോഴാണ് 0 കിട്ടുന്നത്. എ ക്രോസ് ബി 0 ആവുമോ എന്ന് ആലോചിക്കാം. എ ക്രോസ് ബി 0 ആവണമെങ്കിൽ ഒന്നുകിൽ എ 0 ആവണം, അല്ലെങ്കിൽ ബി 0 ആവണം, അല്ലെങ്കിൽ അവർ പാരലൽ ആവണം. അത് മൂന്നും നടക്കൂല, കാരണം നോൺ 0 ആണ്, നോൺ കൊളീനിയർ ആണ്. അപ്പൊ ഈ എ ക്രോസ് ബി 0 ആവൂല, സിയും 0 അല്ല. അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ പിന്നെ ഒറ്റ ചാൻസ് ഉള്ളൂ. therefore ഒറ്റ ചാൻസ് ഉള്ളൂ, എ ക്രോസ് ബി എന്ന വെക്ടർ പെർപെൻഡിക്കുലർ ടു സി ആണ്. എ ക്രോസ് ബി എന്ന വെക്ടർ സിക്ക് പെർപെൻഡിക്കുലർ ആണ്. എ ക്രോസ് ബി എന്ന വെക്ടർ ഓൾറെഡി എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആണ്, അഥവാ എയും ബിയും കിടക്കുന്ന പ്ലെയിൻ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക.
അപ്പൊ എ ബി പ്ലെയിനിലാണെങ്കിൽ എ ക്രോസ് ബി ഇങ്ങനെ വരിക. ആ എ ക്രോസ് ബി സിക്ക് കൂടി പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ സി എന്ന വെക്ടർ എയും ബിയും കിടക്കുന്ന പ്ലെയിനിൽ വരണം, അല്ലെങ്കിൽ എയും ബിയും കിടക്കുന്ന പ്ലെയിനിന് പാരലൽ ആയിട്ട് നിൽക്കണം. അത് രണ്ട് കേസ് ആയാലും ദീസ് ത്രീ ആർ കോപ്ലാനാർ. അതുകൊണ്ട് നമുക്ക് പറയാം, ധൈര്യമായിട്ട് പറയാം, എ ബി സി ആർ കോപ്ലാനാർ. അപ്പൊ എന്താ കണ്ടീഷൻ? ത്രീ നോൺ സീറോ നോൺ കൊളീനിയർ വെക്ടേഴ്സ് എ ബി ആൻഡ് സി ആർ കോപ്ലാനാർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് their scalar triple product equal to 0. അപ്പൊ മൂന്ന് വെക്ടർ എന്നിട്ട് കോപ്ലാനാർ ആണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ അതിന്റെ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് 0 എന്ന് കാണിച്ചാൽ മതി. മൂന്ന് വെക്ടർ കോപ്ലാനാർ ആണെന്ന് പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് 0 ആയിരിക്കും. കണ്ടീഷൻ that should be non zero non collinear vectors. ഇത്രയാണ് പ്രോപ്പർട്ടീസ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞത് ഡോട്ട് ആൻഡ് ക്രോസ് ക്യാൻ ബി ഇന്റർചേഞ്ച്ഡ്. സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റില് ഡോട്ട് ആൻഡ് ക്രോസ് ക്യാൻ ബി ഇന്റർചേഞ്ച്ഡ്. രണ്ടാമത്തെ പറഞ്ഞത് സൈക്ലിക് ഓർഡർ ചേഞ്ച് ചെയ്യാതെ നിർത്തുകയാണെങ്കിൽ വാല്യൂവിൽ മാറ്റം ഉണ്ടാവില്ല. മൂന്ന് പറഞ്ഞത് സൈക്ലിക് ഓർഡർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ മാറില്ല, ചിഹ്നം മാത്രം മാറും. പിന്നെ ആ മൂന്ന് വെക്ടറിൽ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് കാണുന്ന മൂന്ന് വെക്ടറിൽ രണ്ടെണ്ണം ഈക്വൽ ആണ്, വാല്യൂ 0. രണ്ടെണ്ണം കൊളീനിയർ ആണെങ്കിലും വാല്യൂ 0. പിന്നെ ഇപ്പൊ പറഞ്ഞ ലാസ്റ്റ് പ്രോപ്പർട്ടി കോപ്ലാനാർ ആവുന്ന കണ്ടീഷൻ ബോക്സ് എ ബി സി ഈക്വൽ ടു 0 അഥവാ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഈക്വൽ ടു 0. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് in terms of rectangular components. Scalar triple product in terms of rectangular components. അതായത് ഐജെക്കിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് തരാൻ പോവാണ്. ലെറ്റ്സ് എ വെക്ടർ a1i plus b1j plus c1k, b vector a2i plus b2j plus c2k വേറെ വെക്ടർ, c vector a3i plus b3j plus c3k. നമുക്ക് വേണ്ടത് സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എ ബി സി ആണ്, ബോക്സ് എ ബി സി എന്നൊക്കെ പറയാം. ഡെഫിനിഷൻ പ്രകാരം എ ക്രോസ് ബി ഡോട്ട് സി ആണ്, അല്ലെങ്കിൽ എ ഡോട്ട് ബി ക്രോസ് സി ആണ്. എ ഡോട്ട് രണ്ട് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ക്രോസ് ബി ഡോട്ട് സി തന്നെയാണ് എ ഡോട്ട് ബി ക്രോസ് സി. അപ്പൊ നമ്മള് ഇങ്ങനെ പോകാം. ആദ്യം ബി ക്രോസ് സി പറയടാ. ബി ക്രോസ് സി ഡിറ്റർമിനന്റ് ഐ ജെ കെ, ബിന്റെ കോഎഫിഷ്യന്റ് a2 b2 c2, സിന്റെ a3 b3 c3. ഇത് വെക്ടർ എക്സ്പാൻഡ് ചെയ്താൽ i ഇൻറ്റു b2 c3 മൈനസ് b3 c2 മൈനസ് j ഇൻറ്റു a2 c3 മൈനസ് a3 c2 പ്ലസ് k ഇൻറ്റു a2 b3 മൈനസ് a3 b2. ഇതാണ് ബി ക്രോസ് സി. Therefore a ഡോട്ട് ബി ക്രോസ് സി, ഇതാണ് a, ഇതാണ് ബി ക്രോസ് സി. ഇവരുടെ ഡോട്ട് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഐന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ജെന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് കെന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ a1 ഇൻറ്റു ഈ ബ്രാക്കറ്റ് a1 ഇൻറ്റു b2 c3 മൈനസ് b3 c2 പ്ലസ് b1 ഇൻറ്റു മൈനസ് ഓഫ് ഈ ബ്രാക്കറ്റ്, അപ്പം മൈനസ് b1 ഇൻറ്റു a2 c3 മൈനസ് a3 c2 പ്ലസ് c1 ഇൻറ്റു ഈ ബ്രാക്കറ്റ് c1 ഇൻറ്റു a2 b3 മൈനസ് a2 b3 മൈനസ് a3 b2. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കടാ. ഇതിപ്പോ സംഭവിച്ച് ഈ ഐ ജെ കെക്ക് പകരം ഇവിടെ a1 b1 c1 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഡിറ്റർമിനന്റ് ആയിട്ട് കൊടുത്താൽ പോരെ, അതല്ലേ എളുപ്പോ. ഇതിങ്ങനെ ചൊല്ലി പഠിച്ചേക്കുന്നതിന് പകരം ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോല് a1 b1 c1, സെക്കൻഡ് റോല് a2 b2 c2, തേർഡ് റോല് a3 b3 c3. A vector a1i plus b1j plus c1k, b vector a2i plus b2j plus c2k, c vector a3i plus b3j plus c3k ആണെങ്കിൽ അവരുടെ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് കാണാനുള്ള മാർഗം ഏറ്റവും എളുപ്പം. ഇറ്റ് ഈസ് എ തേർഡ് ഓർഡർ ഡിറ്റർമിനന്റ്. ഫസ്റ്റ് റോല് എന്റെ കോഎഫിഷ്യൻസ്, സെക്കൻഡ് റോല് ബിന്റെ കോഎഫിഷ്യൻസ്, തേർഡ് റോല് സിന്റെ കോഎഫിഷ്യൻസ്. ബോക്സ് എ ബി സി അഥവാ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എ ബി സി ഈക്വൽ ടു ഡിറ്റർമിനന്റ് a1 b1 c1 a2 b2 c2 a3 b3 c3. ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഒരു നമ്പർ കിട്ടും. അതാണ് സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എ ബി സി അഥവാ എ ഡോട്ട് ബി ക്രോസ് സി.
അപ്പോൾ IJKL കിട്ടിക്കഴിഞ്ഞാൽ സ്കാലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് കാണാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്രയാണ് ഇതിലെ തിയറി പാർട്സ് ഉള്ളത്. എല്ലാ പോയിന്റ്സും നോക്കുക, പ്രോപ്പർട്ടീസ് റിസൾട്ടുകൾ നന്നായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് കൂടിയാണ് ചെയ്യാനുള്ളത്. അടുത്തൊരു ക്ലാസ്സോട് കൂടി നമ്മളത് കംപ്ലീറ്റ് ആവും. ഓക്കെ, താങ്ക് യു.